ഇപ്പോൾ ടെലവീവിലും ജെറുസലേമിലുമാണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ നമ്മൾ കേട്ടത്. നമ്മൾ ഭയക്കുന്നത് പോലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ ഒരുപക്ഷെ ഇറാൻ ലക്ഷ്യം വെച്ചേക്കാം. അവിടെ നിന്ന് അമേരിക്ക അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റുന്നുണ്ട്. 4000-ലധികം അമേരിക്കക്കാർ ഈ 19 സൈനിക താവളങ്ങളിലായിട്ടുണ്ട്. അമേരിക്ക ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അമേരിക്കയെ സംബന്ധിച്ച് മറ്റു മാർഗങ്ങളില്ല. അമേരിക്ക ഒന്നുകിൽ ആക്രമിക്കുക അല്ലെങ്കിൽ ഭയന്നോടുക. ഇതിൽ ആദ്യത്തെ വഴി തന്നെ ആയിരിക്കണം അമേരിക്ക സ്വീകരിക്കാൻ പോകുന്നത്. ഈ മേഖലകളിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന മേഖലകളിലാണ് അമേരിക്ക അവരുടെ സൈനിക താവളങ്ങളുള്ള മേഖലകൾ. ഈ മേഖലകളിൽ നിന്ന് യുദ്ധം തുടങ്ങിയ സമയത്ത്, സംഘർഷം തുടങ്ങിയ സമയത്ത് ഇവിടെ നിന്ന് സൈനികരെ മാറ്റിയിരുന്നു. എന്നാൽ നിലവിൽ അവിടെ നിന്ന് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അതായത് സൈനികർ ഇവിടെ തന്നെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ആ മേഖലകളിൽ അമേരിക്ക കൂടുതൽ സൈനിക വിന്യാസം നടത്താൻ തന്നെയാണ് സാധ്യത. കാരണം അമേരിക്കയ്ക്ക് വളരെ പ്രതിരോധത്തിലാകെ പോകുന്ന ഒരു ആക്രമണമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ സമാധാനത്തിന് നോബൽ സമ്മാനത്തിന് വേണ്ടി പാകിസ്ഥാൻ അടക്കം ശുപാർശ ചെയ്യാൻ പോകുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ആ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് നടത്തിയിരിക്കുന്ന കടന്നുകയറ്റം തന്നെയാണ്, വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് അമേരിക്കയിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ ഉയരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് ട്രംപിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ ട്രംപിന്റെ മുകളിൽ വന്നിരിക്കുന്നുണ്ട്. ഇറാനിന്മേൽ സമ്മർദ്ദം ചെലുത്തി ഇറാൻ എന്തെങ്കിലും അനുനയ നീക്കങ്ങളിൽ സഹകരിക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇറാൻ ആ അനുനയ നീക്കങ്ങൾക്കോ അല്ലെങ്കിൽ തുടർ ചർച്ചകൾക്കോ വഴങ്ങുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഈ യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാകേണ്ടത് അനിവാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ചർച്ചകളിലൂടെ ഒരുപക്ഷെ ഈ ന്യൂക്ലിയർ ഡീൽ എങ്ങനെ ഒപ്പുവെക്കുന്നതിലേക്ക് എത്തുമോ, ന്യൂക്ലിയർ ഡീലിലേക്ക് അമേരിക്കയും ഇറാനും അവസാനം എത്തുമോ എന്നുള്ളതാണ് ഒരു ആകാംക്ഷ ഭരിതമായി നിൽക്കുന്നത്. പക്ഷേ അതിലൊരു വസ്തുത ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും, ഈ രാഷ്ട്രീയ വശങ്ങൾ പറയുമ്പോഴും, മാനുഷികമായി ഈ രണ്ട് രാജ്യങ്ങളിലും, ഇസ്രായേലിലും ഇറാനിലും വലിയ നാശമാണ് ഉണ്ടാകുന്നത്. ഓരോ ദിവസവും മരണസംഖ്യ വളരെയധികം കൂടുകയും വരികയാണ്. അപ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാവും. ഇപ്പോൾ ഇറാനായാലും ഇസ്രായേലായാലും ഭരണകൂടങ്ങൾ പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്കെതിരെയല്ല, അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ തന്നെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ അവർ പങ്കുവയ്ക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ ചരിത്രപരമായ സൗഹാർദ്ദമുണ്ട്, ബന്ധമുണ്ട്. അത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്ന കാലം, ആ പഴയ കാലത്തെ ദൃശ്യങ്ങളൊക്കെ അടക്കമുള്ള വീഡിയോ, ഇനി അതുപോലെ വീണ്ടും ഒരു സഹകരണത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങളുമായി പോകണമെന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്. അത് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ ഭരണകർത്താക്കളും പറയുന്നത്. ഇത് ജനങ്ങൾക്കെതിരെയല്ല, ഭരണകൂടത്തിനെതിരെ. പക്ഷേ ഭരണകൂടങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, പോരടിക്കുമ്പോൾ മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്നതുകൊണ്ടാണ് അമേരിക്കയുടെ കൂടി ഇൻ്റർവെൻഷൻ ഇതിൽ വന്നതോടുകൂടി എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക, കൂടുതൽ യുദ്ധ കെടുതികളിലേക്കാണോ ലോകം പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. ഇടപെടൽ സാധ്യമാകട്ടെ. ഇതോടുകൂടി അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും തോന്നട്ടെ എന്നേ പറയാൻ.